നമ്മളിപ്പം മെഡിസിനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഷോർട്ടായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറയുക. നമുക്കറിയാം +2 സയൻസ് കഴിഞ്ഞവർക്കാണ് മെഡിക്കൽ ഫീൽഡിൽ കൂടുതൽ സാധ്യത. ഹ്യൂമാനിറ്റി കഴിച്ചവർക്കും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പഠിത്തം കഴിഞ്ഞുള്ള ഓപ്പർച്യൂണിറ്റി ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ്? എന്താണ് നമ്മൾ ഈ പറയുന്ന എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ എടുത്ത് ഡോക്ടർ ആവണം. അപ്പോൾ ഏതൊക്കെ ഒന്ന് MBBS ആവാം, അതല്ലെങ്കിൽ BAMS ആയുർവേദ മെഡിസിൻ ആവാം, അല്ലെങ്കിൽ BHMS ആവാം, അല്ലെങ്കിൽ യുനാനി മെഡിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറോപ്പതിയിലുള്ള മെഡിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള BDS ആവാം. ഇങ്ങനെ ഉള്ള കോഴ്സുകൾ 5 വർഷം 6 വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇന്റേൺഷിപ്പ് ഒക്കെ കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു മേഖല. രണ്ടാമത്തേതെന്ന് പറയുന്നത് നഴ്സിംഗ് മേഖലയാണ്. നഴ്സിംഗിൽ നമുക്ക് 2 തരം കോഴ്സുകൾ. ഒന്നാമത്തെ കോഴ്സ് എന്താണ്? BSc നഴ്സിംഗ് കോഴ്സുകൾ. രണ്ടാമത്തെ എന്താണ്? ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ. അതിന്റെ പോസ്റ്റ് BSc MSc നഴ്സിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്താണ് ഈ BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് ആരാണ് പ്രിഫർ ചെയ്യപ്പെടുക? +2 സയൻസ് കഴിഞ്ഞ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി കഴിഞ്ഞ കുട്ടികളെയാണ് പ്രിഫർ ചെയ്യുക. അപ്പം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ നഴ്സിംഗ് മേഖല ഇഷ്ടമാണെങ്കിൽ BSc നഴ്സിംഗ് കോഴ്സിന് പോകാം. 4 വർഷത്തെ കോഴ്സ്, അതാണ് 4 വർഷം. ഇനി നഴ്സിംഗ് മേഖല എനിക്ക് വളരെ ഇഷ്ടമാണ്, താല്പര്യമാണ് എങ്കിൽ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടി എന്താണ് ഈ 3 വർഷത്തെ അല്ലെങ്കിൽ 3.5 വർഷം നമ്മൾ പറയുന്ന ജനറൽ നഴ്സിംഗ് കോഴ്സുകളുണ്ട്. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ 2 കോഴ്സുകൾ പറഞ്ഞാൽ BSc നഴ്സിംഗ് ആണെങ്കിൽ അതിന് MSc നഴ്സിംഗ് പിന്നീട് അവൈലബിൾ ആണ്. ജനറൽ നഴ്സിംഗ് കഴിഞ്ഞാൽ അതിന് പോസ്റ്റ് BSc കോഴ്സുകൾ അവൈലബിൾ ആണ്. മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് അലൈഡ് ഹെൽത്ത് സയൻസ്, അതിൻ്റെ ഒപ്പം തന്നെ പാരാമെഡിക്കൽ എന്നൊക്കെ പറയുന്ന കോഴ്സുകളാണ്. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കേണ്ടത് എന്താണ്? ഫാർമസി കോഴ്സുകളാണ്. നമ്മൾ പണ്ട് തുടങ്ങി ഡിപ്ലോമ ഇൻ ഫാർമസി എന്ന് പറഞ്ഞു തുടങ്ങി, പിന്നെ ഡിഗ്രി ഫാർമസി ആവാം, BPharm ആകാം, MPharm ആകാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിൽ എന്ന് പറഞ്ഞാൽ 2 വർഷം 4 വർഷം 5 വർഷം കോഴ്സുകൾ. ഇനി അതിൻ്റെ തന്നെ ഒരു ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആ മേഖലയിലേക്ക് MBBSനൊക്കെ തുല്യമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസിയുടെ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയുള്ള 6 വർഷത്തെ കോഴ്സ്, PharmD എന്ന് പറയുന്ന കോഴ്സ്. ഇതാണ് ഫാർമസി രംഗത്തെ കോഴ്സുകൾ. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്ന് പറയുന്ന കോഴ്സുകളാണ്. ധാരാളം കോഴ്സുകളാണ്. നമ്മുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 42 കോഴ്സുകളുണ്ട്. ചില കോഴ്സുകൾ ഞാൻ എക്സാമ്പിൾ പറയാം. അനസ്തേഷ്യ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ഈ പറയുന്ന മെഡിക്കൽ ലാബ് ടെക്നോളജി കോഴ്സുകൾ. ഇങ്ങനെ നമ്മളങ്ങോട്ട് ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകളുണ്ട്. 42 കോഴ്സുകളുണ്ട്. എല്ലാ കോഴ്സുകളും ലിസ്റ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത്, ഒപ്റ്റോമെട്രി, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതൊക്കെ 3 വർഷത്തെ കോഴ്സുകളുണ്ട്, 4 വർഷത്തെ കോഴ്സുകളുണ്ട്. മിനിമം 3 വർഷത്തെ കോഴ്സിൽ പോകണം. കാരണം ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചേഞ്ച് ചെയ്തു, അതെല്ലാം ഡിഗ്രി കോഴ്സുകളായി. അപ്പം മിനിമം 3 വർഷം 4 വർഷമാണെങ്കിൽ അങ്ങനെ തന്നെ ഹയർ കോഴ്സുകൾ ഇതിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് സാധിക്കും.